ഡൽഹിയിൽ മാത്രം 500ഓളം പണ്ഡിതന്മാരെയാണ് അവർ തൂക്കിലേറ്റിയത്. വീടുകൾ തല്ലി തകർത്തു. 27,000 പേർ ഡൽഹിയിൽ മാത്രം അന്ന് കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരുപാട് മുസ്ലിമീങ്ങളെ വധിച്ചു, പീഡിപ്പിച്ചു. തളർന്നില്ല മുസ്ലിമീങ്ങൾ. ഒളിഞ്ഞും തെളിഞ്ഞും ബ്രിട്ടീഷുകാർക്കെതിരിൽ സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഒരുപാട് പണ്ഡിതന്മാർ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വേണ്ടി രൂപം കൊണ്ടതായ ദാറുൽ ഉലൂം ദിയോബന്ദിന്റെ സ്ഥാപകൻ കാസിം നാനൂത്തവിയെ പോലെ, ഷെയ്ഖുൽ ഹിന്ദ് മഹ്മൂദ് അൽ ഹസൻ ദിയോബന്ദിയെ പോലെ, അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഹുസൈൻ അഹമ്മദ് മദനിയെ പോലെയുള്ള പണ്ഡിത നേതാക്കന്മാർ നേതൃത്വം നൽകി നിരവധി തവണ ഇവരെയൊക്കെ മാൾട്ട ജയിലിൽ അവരെയൊക്കെ പിടിച്ചിട്ട് പീഡനങ്ങൾ അവരൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ഷെയ്ഖുൽ ഹിന്ദ് മഹ്മൂദ് അൽ ഹസൻ ദിയൂബന്ദിയുടെ ജനാസ കുളിപ്പിച്ചവർ പൊട്ടിക്കരഞ്ഞുപോയി. ഈ രാജ്യത്തിനു വേണ്ടി, ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ദ്വാരങ്ങൾ പോലും ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഗവർണറായിരുന്ന വുസ്റ്റൺ പറയുന്നുണ്ട്, മൗലാന മഹ്മൂദ് അൽ ഹസൻ ദിയൂബന്ദിയെ അദ്ദേഹത്തെ കരിച്ച് ചാരമാക്കിയാലും ബ്രിട്ടീഷ് വിരോധത്തിൻ്റെ മണം ആ ചാരത്തിനുമുണ്ടായിരിക്കും.